സാധാരണ ഫാദേഴ്സ് ഡേ, അതായത് വാപ്പാനെ ഓർമ്മിക്കാൻ എന്തിനാണ് ഒരു ദിവസം എന്ന് ചോദ്യം ചെയ്യുന്നവരാണ് നമ്മൾ. മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ ഓർക്കാനും ഉമ്മ നമുക്ക് ചെയ്തു തന്ന സേവനങ്ങളൊക്കെ ആലോചിക്കാനും വേണ്ടി ഒരു ദിവസം. നമ്മൾ ആ കൺസെപ്റ്റിന് എതിരാണ്. എന്താ കാരണം? ഉമ്മാനോടുള്ള സ്നേഹം വർഷത്തിൽ ഒരു ദിവസം മാത്രം ആലോചിക്കേണ്ടതല്ല. എല്ലാ ദിവസവും ആ ഉമ്മ നമുക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പൊ എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരം എല്ലാ സമയത്തും ഉമ്മ നമുക്ക് സേവനം ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഉമ്മാനെ ഓർക്കാൻ വേണ്ടി ദിവസത്തിൽ ഒരു ദിവസം വർഷത്തിൽ ഒരു ദിവസം മാത്രം എങ്ങനെയാ വെക്കുക? അത് ശരിയല്ല. എല്ലാ ദിവസവും നിറഞ്ഞു നിൽക്കേണ്ട ഒരു മഹാസ്നേഹമാണ് ഉമ്മാനോടുള്ള സ്നേഹം എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഞാൻ പറയുന്നു, റബീഉൽ അവ്വലിലും മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുക. റബീഉൽ അവ്വൽ എന്തിനു വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ദുർബലരായ ആളുകൾ ആ ദൗർബല്യത്തിൽ നിന്ന് ദുനിയാവിനൊരു ലഹരിയുണ്ട്. ഒരു ഹദീസിൽ പറയുന്നത് ദുനിയാവിന് ലഹരിയുണ്ട്. ആ ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിന്റെ ഉഖറവിയായ ലദ്ദത്തുകൾ ഈ ലോകത്ത് തന്നെ കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉഖറവിയായ ലദ്ദത്തുകൾ, ആ ലദ്ദത്തുകൾക്ക് അത് തടസ്സമാകും. അപ്പോ അത് ഒരു പ്രത്യേകമായ ഒരു നിമിഷത്തിൽ എവിടെയെങ്കിലും ഒന്ന് താൽക്കാലികമായി നിറഞ്ഞു നിൽക്കേണ്ടതല്ല എന്ന് ചുരുക്കം. ഉമ്മ നമുക്ക് എല്ലാ സെക്കൻഡിലും സേവനങ്ങൾ ചെയ്യുന്നത് പോലെ, എല്ലാ സെക്കൻഡിലും ബാപ്പ നമുക്ക് സേവനങ്ങൾ ചെയ്യുന്നത് പോലെ സദാ സെക്കൻഡുകളിലും ഉമ്മത്തിനെ സ്നേഹിച്ചവരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് ഒരു സെക്കൻഡ് പോലും ഉമ്മത്തിനെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടില്ല. ഒരു സെക്കൻഡ് പോലും ഒഴിഞ്ഞു നിന്നിട്ടില്ല. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയമായ ക്വാളിറ്റി അനുസരിച്ചിട്ട് തിരുനബിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്നതും അത് അതിനെ ആശ്രയിച്ചാണ്. ശരിക്കും ഈ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് അള്ളാഹു വെച്ച അതിമഹത്തായ ഒരു സ്നേഹമാണ്. എങ്ങനെയാണെന്നറിയത്? ഞാൻ ആ പറയുന്ന ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ചെയ്തു തന്നൊരു ഒരു മഹത്തായ ഔദാര്യം. ഓരോ നിങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ശ്രദ്ധിക്കണം, അപ്പം മനസ്സിലാവും. റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ലാന്ന് സങ്കല്പിക്കും. അപ്പൊ എന്താ ഉണ്ടാവാ? ഇപ്പൊ റസൂലിനെ കുറിച്ച് പാട്ടുണ്ടാവില്ല, അല്ലേ? റസൂലിനെ കുറിച്ച് പ്രസംഗം ഉണ്ടാവില്ല, കുട്ടികളുടെ വർത്താനം ഉണ്ടാവില്ല, കഥ ഉണ്ടാവില്ല, പ്രസംഗം ഉണ്ടാവില്ല, പാട്ടുണ്ടാവില്ല, സ്റ്റേജ് ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, മഹല്ലിൽ കൂട്ടായ്മ ഒന്നും ഉണ്ടാവില്ല. റസൂൽ എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മഹത്തായ ആശയത്തിന്റെ സ്മാരകം ഈ ലോകത്തുണ്ടാവില്ല. അപ്പൊ എല്ലാ കൊല്ലവും അത് അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു റിജുവനേഷൻ പ്രോസസ്സ് മഹബത്തിന്റെ മേഖലയിൽ നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ് ഈ റബീഉൽ അവ്വൽ. അത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. റബീഉൽ അവ്വൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഞാൻ അതിന്റെ തെളിവുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. റബീഉ എങ്ങനെ ഒരു മഹല്ലിൽ ഒരു നാട്ടിൽ സേവനം ചെയ്യുന്നു റബീഉ എന്ന് പറയാനാ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മദ്രസകളിൽ കുട്ടികള് അത് പാട്ട് രീതി ഉള്ളവനും രീതി ഇല്ലാത്തവനും പാട്ട് പാടും, അല്ലേ? രീതി ഇല്ലേ? അങ്ങനെ പാടൂല്ലേ? മദ്രസയിൽ കുട്ടികൾ പാട്ടുപാടും രീതി നോക്കിയിട്ടാ അല്ല. അപ്പൊ എല്ലാ മത്സരങ്ങളിൽ പോയി അങ്ങനെ പറ്റൂല. അവർ ഓഡീഷൻ ഉണ്ടാവും. ഓഡീഷൻ കഴിഞ്ഞിട്ട് റൗണ്ടിലൊക്കെ പോയി അവർ നിന്നെ പറ്റൂല അവസാനം പാടാൻ കഴിവുള്ളവർ മാത്രമാണ് പാടുക. പക്ഷെ ഹബീബിന്റെ പരിപാടി അങ്ങനല്ല. രീതി ഇല്ലാത്തവനും പാടണം, താല്പര്യമുള്ളവരൊക്കെ പാടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ എന്നോടൊരു മാദിഹല്ല, ഒരിക്കൽ എന്നോടൊരു ഒരാൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ നല്ല ആത്മാർത്ഥമായ താല്പര്യത്തോടെ പറഞ്ഞതാ, സാറേ ഈ മാദിഹ്യങ്ങൾക്കൊക്കെ എന്തൊരു ഭാഗ്യമല്ലേ, എന്നും റസൂലിന്റെ മദ്ഹ് ഇങ്ങനെ പാടാം, അവർക്ക് ആ മഹബത്തിൽ ഇങ്ങനെ ലയിച്ച് ജീവിക്കാം. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അപ്പൊ നിങ്ങൾ പാടാറില്ല? അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്ക് രീതി ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മഹബത്തിൽ ലയിക്കാൻ രീതി വേണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നല്ല രീതിയിലുള്ള ആൾക്കാർ പാടിയാൽ അസർകവിത്ത് സ്വീകരിക്കുള്ളൂ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രീതിന്റെ ഖദർ അനുസരിച്ചിട്ട് കബൂലിയത്തിന്റെ ഖദർ മാറുമോ? ഇങ്ങനെ ഏതെങ്കിലും ഒന്നാക്ക് ഇല്ല. അത് അയാളുടെ കൽബ് നോക്കിയിട്ടാണ്. ചിലപ്പോൾ അയാളുടെ കൽബിലുണ്ടായാൽ മതി അസ്രക്ക. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നിങ്ങൾക്ക് പാട്ടറിയ എനിക്ക് രീതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാടാറില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പാടണം, വേദിയിൽ പാടണ്ട. കാരണം പാട്ടറിയാത്തവൻ സമൂഹത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ സേവനം എന്താണ്? പാടാതിരിക്കുക എന്നുള്ളതാ. കാരണം അത് പാടാതിരിക്കുക പറഞ്ഞാൽ പബ്ലിക്കിൽ പാടരുതെന്ന് അർത്ഥം. കാരണം ഒരു പരിപാടി അലങ്കോലപ്പെടുത്തരുത്. അതേസമയം ഹബീബിന്റെ പരിപാടി അങ്ങനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മദ്രസയിൽ കുട്ടികൾ ഏത് രീതിയിൽ കുട്ടി മനോഹരമായി ചില പാട്ടുകളൊക്കെ ഞാനങ്ങനെ വിചാരിക്കാറുണ്ട്, ആ പാട്ട് എഴുതിയ ആളെങ്ങാനും ഈ പാടുന്നത് കേട്ടാൽ ഒന്നുകിൽ അയാൾ വെടിവെച്ച് മരിക്കും, അല്ലെങ്കിൽ ഇയാൾ വെടിച്ച് കൊല്ലും, എന്തെങ്കിലും ഒന്ന് സംഭവിക്കും.
അത്രമാത്രം മനോഹരമായ രീതിയിലൊക്കെയാണ് ചില പാട്ടുകളൊക്കെ. പാട്ടാണോ അതിപ്പോൾ നിലവിളിയാണോ ആയത്, ഇനി വേറെ വല്ല ഐറ്റംസും ആണോ ആയത് നമുക്കറിയില്ല. പക്ഷേ മദ്രസകളിൽ മുഴുവനും എല്ലാ കൊല്ലം ഹബീബിന്റെ പാട്ട് കുട്ടികൾ പാടുന്നു. അതെന്താ വിഷയം എന്നറിയോ? ആ കുട്ടികൾ, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവിടെ മാത്രമല്ല, ഇവിടെയുണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എന്താ വിഷയം എന്നറിയോ? ഈ മഹബത്ത് ഉസ്താദുമാർ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ശ്രമഫലമായിട്ട് ചെറിയ പ്രായത്തിൽ കുരുന്നു മക്കളുടെ ഹൃദയത്തിൽ മഹബത്ത് കയറുന്നു. ഇനി അടുത്ത മാസം വരുമ്പോൾ റബീഉൽ അവ്വലിന്റെ പാട്ട് അവിടെ ഉണ്ടാവില്ല. അപ്പൊ അടുത്ത മാസം മൊബൈലിൽ വേറെ പാട്ട് കേട്ട് പിന്നെ വേറെ പാട്ട് കേട്ട്. കഴിഞ്ഞ ഏതൊരു റബീഉൽ അവ്വലിൽ ഒരാളൊരു വീഡിയോ അയച്ചു തന്നു. അതുള്ളതാ, ഞാൻ നേരിട്ട് ഒറിജിനൽ ഉള്ള വീഡിയോ തന്നെയാണ്. എല്ലാം നടത്തും. ഇപ്പം വീഡിയോ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ഉള്ളുണ്ട്. ഇനി രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടായി. ഞാനല്ല എന്ന് പറഞ്ഞാൽ മതി. തെറ്റി കുടുങ്ങിയാലും അങ്ങനെ പറഞ്ഞാലും മതി. അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുമല്ലോ. അപ്പോൾ ഒരു വീഡിയോയിൽ ഒരു കുട്ടി, ഒരു മദ്രസ പരിപാടിയാണ്, വലിയൊരു വേദി. അപ്പോൾ ഒരു കുട്ടി തൊപ്പിയൊക്കെ ഇട്ടിട്ട് പാട്ട് പാടാൻ വന്നിട്ട് സിനിമ പാട്ടാണ് പാടിയത്. അതിലേറെ വലിയ രസം എന്താ പറയുക, സദസ്സെന്ന് വാപ്പ പറയണ്ട്, എടാ അതല്ല മറ്റേ പാട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ഈ തന്തക്ക് ആ പാട്ട് പഠിപ്പിച്ചു കൊടുത്തത് എന്തിനാ? കാരണം എന്താ വെച്ചാൽ ചെറിയ കൽബുള്ള കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ഹബീബിന്റെ പാട്ടും പഠിപ്പിക്കുക, മറ്റവും പഠിപ്പിക്കുക. രണ്ടും കൂടെ നിൽക്കൂല. ഒന്ന് ദിക്റുള്ള, മറ്റത് ദിക്റു ശൈത്താൻ. രണ്ടും കൂടി നിൽക്കൂല. അങ്ങനെ നിൽക്കൂല. ഒരു ചെറിയ ഹൃദയങ്ങളായതുകൊണ്ട് ഒരു പ്രത്യേകമായ പരിഗണന ഉണ്ടാകുമെന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്നത്. ഓരോ റബീഉം ഒരു വലിയ വസന്തമായിട്ടാണ് നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരുന്നത്. എല്ലാ മക്കളും പാടുന്നു, പറയുന്നു, സംഭാഷണം നടത്തുന്നു. തമിഴിലും ഉറുദുവിലും പല ഭാഷകളിലും പ്രസംഗം നടത്തുന്ന മദ്രസകളൊക്കെ ഉണ്ട്. കുട്ടികൾ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉറുദുവിലൊക്കെ എന്ത് ഗംഭീര പ്രസംഗമായിരുന്നു തരും. സദറേ മുഹ്തറം ഔർ മേരെ പ്യാരെ ദോസ്തോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ പറയും. എല്ലാവരും ഇങ്ങനെ എന്നോട് ചോദിക്കും, 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഉറുദു പ്രസംഗം. അവനോട് ഉറുദു ഒക്കെ അറിയാം. കാണാതെ പഠിച്ചത് ഒരു അക്ഷരം തെറ്റി കിട്ടൂല അത്. അപ്പൊ അങ്ങനെ ഒരു വലിയ നേട്ടം. പിന്നെ ഒരു മഹല്ലിൽ നബിദിനം വരുന്നു കേൾക്കുമ്പോഴത്തേക്ക് ആ മഹല്ലിലെ ചെറുപ്പക്കാരും എല്ലാവരും രംഗത്തിറങ്ങും. ഒരുപക്ഷെ കറക്റ്റ് നിസ്കരിക്കാത്ത ചെറുപ്പക്കാരടക്കം മഹല്ലിൽ നബിദിനത്തിന്റെ ചോറ് വിളമ്പാൻ അവിടെ ഉണ്ടാവും. കളിയാക്കരുത്. കാരണം നമ്മൾ കളിയാക്കിയാൽ ആ കളിയാക്കിയത് അവിടെ എയറിലുണ്ടാവും. ഈ ചങ്ങാതി അടുത്ത റബീഉൽ അവ്വലിൽ തൗബ ചെയ്ത് നന്നായിട്ട് പിന്നെ നല്ല ലൈഫായിരിക്കും. ഓനെ കണ്ട് പൊരുത്തപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അള്ളാഹു പുറത്തിരുമാറാവട്ടെ. ഒരാളെയും മോശമായി ചിത്രീകരിക്കേണ്ട. അത് നല്ല മനുഷ്യന്റെ പണിയല്ല. സാധാരണ തമാശക്ക് പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് മോശം ചിന്തിക്കരുത്. അതെന്തെന്ന് വെച്ചു, അത് ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറെ കുടുംബക്കാർ അള്ളാഹു തന്നിട്ടുണ്ട്. തമാശക്ക് പറയുന്നതാണ്. കാര്യമുണ്ട്. ഒരാളെ കുറിച്ച് ചിന്തിക്കരുത്. അവര് അങ്ങനെയുള്ള ചെറുപ്പക്കാർ ചിന്തിക്കേണ്ടത്, പടച്ചോനെ ഞാൻ റബീഉൽ അവ്വൽ മാത്രം നന്നായാൽ പോരല്ലോ, എല്ലാ മാസവും നന്നാവണ്ടേ, എല്ലാ ദിവസവും അള്ളാഹു എനിക്ക് എല്ലാം ചെയ്തു തരുന്നില്ലേ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന് എന്തൊക്കെ പ്രോസസ്സ് എൻ്റെ ശരീരത്തിൽ നടക്കണം എനിക്കിവിടെ നിൽക്കണമെങ്കിൽ, എൻ്റെ കണ്ണ് കാണണമെങ്കിൽ, എനിക്ക് സംസാരിക്കണമെങ്കിൽ. ഒരാളുടെ ശരീരത്തിൽ ഒരു സെക്കൻഡിൽ കോടിക്കണക്കിന് കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്ന് പഠനം. എന്തൊക്കെ നടക്കുന്നു എൻ്റെ ശരീരത്തിൽ ഈ നിമിഷം ഈ സെക്കൻഡിൽ ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സ് എൻ്റെ ബോഡി നടക്കണം. അതെല്ലാം നല്ല രീതിയിൽ നിങ്ങളവിടെ ഇരുത്തുന്ന പടച്ചവൻ. നിങ്ങളുടെ സ്പൈനൽ കോഡിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. നിങ്ങൾ കിടക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ കഴിയില്ല. ഇതിനുള്ളിലൊരു സാധനം ഉണ്ട്, സ്പൈനൽ കോഡ്. അവിടെ ഡിസ്ക് വെച്ചിട്ടുണ്ട്. അതിന് പ്രൊട്ടക്ട് ചെയ്തിട്ട് ആ ഡിസ്ക് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചതാ. ആ ഡിസ്ക് ബൾജാവുമ്പോഴാണ് മറ്റേ പ്രശ്നം വരുന്നത്. അതിൻ്റെ ലംബാർ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അവിടെ. അതിൻ്റെ പുറത്തായിട്ട് നട്ടലിൻ്റെ മനോഹരമായൊരു ഒരു എല്ലിൻ്റെ ഒരു വ്യൂഹം വെച്ചിട്ടുണ്ട്. അതിന് കംപ്ലൈൻറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ പുറത്ത് മാംസം എല്ലാം വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് അള്ളാഹു ആക്കിയതാ. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അള്ളാഹിനോടുള്ള സ്നേഹവും റസൂലിനോടുള്ള സ്നേഹവും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക മാസത്തിൽ ഒരു പ്രത്യേക ദിവസത്തിൽ ഒതുങ്ങേണ്ടതല്ല എന്ന്. അത് ചെറുപ്പക്കാരൊക്കെ വരുന്നു. ആ നാട്ടിലുള്ള റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടുന്നു. അതേപോലെ തന്നെ സാമൂഹിക കൂട്ടായ്മ രൂപപ്പെടുന്നു. റബീഉൽ അവ്വൽ മൗലിദ് ഉണ്ടാകുമ്പോൾ മിണ്ടാത്ത ആളെ മൗലിദിന് ക്ഷണിക്കും. മിണ്ടാത്തവർ നന്നാകുന്നു. കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്നു. അയൽവാസികൾ തമ്മിൽ നന്നാകുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഒരു മൗലിദ്, ഒരു റബീഉൽ അവ്വൽ നമ്മുടെ നാട്ടിൽ സംവിധാനിക്കുന്നുണ്ട്. റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് വീട് നന്നാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, പള്ളി നന്നാക്കുന്നു, പള്ളി വൃത്തിയാക്കുന്നു, മദ്രസ വൃത്തിയാക്കുന്നു. അപാരമായ വൃത്തിയാക്കൽ പ്രോസസ്സ് ഒരാഴ്ച മുഴുവനും അതാ. നമ്മളൊക്കെ നമ്മുടെ റബീഉൽ അവ്വൽ വരും മുഹറത്തിൽ തുടങ്ങും. മുഹറം മുതൽ റബീഉൽ അവ്വലിനെ സ്വീകരിക്കാനുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ തുടങ്ങും. ആ രീതിയിൽ മുന്നോട്ട് പോയവരാണ് നമ്മൾ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട പ്രമേയം ഞാൻ പറഞ്ഞത് ഇതാണ്: റബീഉൽ അവ്വലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇത് എന്നർത്ഥം.